വെൽക്കം ടു ദ ക്ലാസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 17. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 14, 19, 21 ഒക്കെയാണ് അല്ലെ. 17നെ കുറിച്ച് അങ്ങനെ ധാരാളം പറയാറില്ല. പക്ഷെ എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ഇത്. അതിന്റെ പ്രത്യേകത ഈ ആർട്ടിക്കിൾ 17 ആണ് എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 17 എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും അതിന്റെ ഇമ്പാക്ട് എന്താണെന്നും. ഞാൻ പറഞ്ഞതുപോലെ എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17 കൊണ്ടുവരുന്ന ഒരു നിയമ സംവിധാനം. അപ്പോൾ പക്ഷെ എന്താ വെച്ചാൽ ആർട്ടിക്കിൾ 17 പറയുന്നത് untouchability has to be abolished and practice in any form of untouchability is punishable എന്ന് മാത്രമാണ്. അതായത് അൺടച്ചബിലിറ്റി പാടില്ല എന്നും ഏതെങ്കിലും തരത്തിൽ അൺടച്ചബിലിറ്റി നടത്തുകയാണെങ്കിൽ അത് പണിഷബിൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇത് സാധാരണ പൗരന്മാർക്ക് ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശം ആണ്. പക്ഷെ ഈ അവകാശം നടത്തി കിട്ടണമെങ്കിൽ അത് ആരാണ് നടത്തേണ്ടത്? അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആർട്ടിക്കിൾ 17 കൂടുതൽ ഒന്നും പറയുന്നില്ല സ്റ്റേറ്റ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 17 സ്റ്റേറ്റിന്റെ മുകളിൽ ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. അതായത് ഈ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി, അതിനെ ആ വാക്കിനെ കൃത്യമായി നിർവചിക്കുക പോലും ചെയ്യാതെ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി നടപ്പിലാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരും അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യാത്ത രീതിയിൽ നിയമനിർമ്മാണം നടത്തുക എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 1955 ഗവൺമെന്റ് ഒരു ആക്ട് പാസ്സാക്കുകയുണ്ടായി, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. അത് പ്രകാരം അൺടച്ചബിലിറ്റി എന്താണ് എന്ന് കൃത്യമായിട്ട് നിർവചിക്കുകയും എന്താണ് കുറ്റകരമായിരിക്കുന്നത് എന്നും എങ്ങനെയാണ് അതിന് പണിഷ്മെന്റ് കിട്ടുക എന്നും കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇതേ ആക്ടിനെയാണ് 1976 നമ്മൾ പേര് മാറ്റി, ആക്ട് സെയിം ആണ്, പേര് മാറ്റി ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പേര് മാറ്റുകയും സിവിൽ റൈറ്റ് ആയിട്ട് ഈ അൺടച്ചബിലിറ്റി എന്നതിന് പകരം അതൊരു സിവിൽ റൈറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. കാരണം പൗരന്മാർക്ക് കിട്ടുന്ന ഒരു അവകാശം ആണ്, ആ അർത്ഥത്തിലാണ്. അല്ലാതെ അൺടച്ചബിൾ എന്നൊരു ഗ്രൂപ്പിനെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പ്രാക്ടീസ് ഡിനൈ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ഇത് ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു പൗരന്റെ അവകാശമാണ് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഓക്കെ, ഇനി അത് പ്രകാരം എന്താണ് ശരിക്കും അൺടച്ചബിലിറ്റി? അപ്പൊ നമ്മൾക്ക് ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം തുടങ്ങിയ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ദുരാചാരങ്ങളാണത്. അത് മനുഷ്യരെ രണ്ട് തട്ടിലാക്കുകയും ഒരു തട്ടിലുള്ളവർ അതിന്റെ ഒരു തട്ടിനെ മേൽത്തട്ട് എന്നും മറ്റതിനെ അടിത്തട്ട് എന്നും രീതിയിൽ രണ്ട് വിഭാഗങ്ങളാക്കി രണ്ട് വിഭാഗങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ ട്രീറ്റ് ചെയ്യുകയും ഈ മേൽത്തട്ടിലാണ് എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രസ്താവിച്ചിരുന്ന ആളുകൾക്ക് അടിത്തട്ടിലാണ് എന്ന് പ്രസ്താവിക്കപ്പെട്ടിരുന്ന ആളുകളെക്കാൾ കൂടുതൽ എന്തോ മെച്ചങ്ങളുണ്ട് എന്ന മട്ടിൽ സമൂഹത്തിന്റെ ഒരു സിസ്റ്റം തന്നെ ആ രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ മറ്റുള്ളവരെക്കാൾ മേലെയാണ് എന്നും അങ്ങനെ മേലെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്പർശിക്കാനോ അവരുടെ വീടുകളിൽ പോവാനോ അവരുപയോഗിക്കുന്ന വഴികളിലൂടെ നടക്കാനോ അവരുപയോഗിക്കുന്ന കുളിസ്ഥലങ്ങളോ കളിസ്ഥലങ്ങളോ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്ഥലോ ഒന്നും തൊടാൻ പോലും ഉള്ള അവകാശം ഈ മറ്റു വിഭാഗത്തിലുള്ള ആളുകൾക്ക് നിഷേധിക്കുകയും ചെയ്യുന്ന വളരെ തീർത്തും അപമാനകരമായ ഒരു ദുരാചാരമാണ് ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന വലിയൊരളവിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ദുരാചാരമാണത്. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം എന്താണ് ഈ അൺടച്ചബിലിറ്റി? അതായത് ഡിനൈയിങ് എൻട്രി ടു എനി പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ്. അതായത് ഇപ്പൊ എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള അമ്പലത്തിൽ അല്ലെങ്കിൽ എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആര് വരണം ആര് വരണ്ടെന്ന് എനിക്ക് തീരുമാനിക്കാം. എന്നാൽ സമയം പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടുള്ള അമ്പലങ്ങളിലോ പള്ളികളിലോ ഏത് ആരാധനാലയത്തിലും ഒരാളെയും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നു എന്ന കാരണം കൊണ്ട് വരാൻ പാടില്ല അല്ലെങ്കിൽ പ്രവേശനം നിഷേധിക്കുന്നത് ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം അൺടച്ചബിലിറ്റി ആയിട്ട് കണക്കാക്കാം. അത് മാത്രമല്ല ഡിനൈയിങ് ആക്സസ് ടു എനി ഷോപ്പ്, പബ്ലിക് റെസ്റ്റോറന്റ്, ഹോട്ടൽസ്,
പ്ലേസ് ഓഫ് പബ്ലിക് എന്റർടൈൻമെന്റ്, അതായത് തിയേറ്ററുകൾ, പാർക്കുകൾ, പബ്ലിക് എന്റർടൈൻമെന്റിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതറ്റം വരെ ഈ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു എന്ന്. സമാനമായ ഒരു സാഹചര്യം അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പുസ്തകത്തിലൊക്കെ വായിക്കും, സിനിമകളിലൊക്കെ കാണും. അതായത് ബ്ലാക്ക് സ്നോ എൻട്രി, ബ്ലാക്ക് സ്നോ സർവീസ് എന്നൊക്കെയുള്ള ബോർഡുകൾ അന്ന് അമേരിക്കയിലെ പല ഷോപ്പുകളിലും തിയേറ്ററുകളിലും ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ ഇന്ത്യയിലെ സ്ഥിതി വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോ ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ അത്തരത്തിലുള്ള പ്രാക്ടീസ് നിലനിന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. refusing to admit persons to hospital, ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അയാളെ ജാതി ചോദിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിക്കണോ വേണ്ടയോ എന്നത്. refusing to sell goods, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് സാധനം വിൽക്കില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കില്ല, അവർക്ക് സർവീസ് കൊടുക്കില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ട്രീറ്റ്മെന്റ്. ഇതൊക്കെയും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 4 എണ്ണവും ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും ആക്സസിബിൾ ആവുന്നില്ല. ഇനി അത് മാത്രല്ല, ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നവർ ഒരു കൂട്ടരുണ്ട്. ആ ചെയ്യുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുക, അതായത് ഇതിന് റിലീജിയസ് ആയിട്ടോ ഫിലോസഫിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഒക്കെ ശരിയാണ് എന്നും പറയുന്നത് പോലും ഈ ആക്ട് പ്രകാരം കുറ്റമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഒരാൾക്ക് ഇത്തരത്തിൽ എൻട്രി ഡിനൈ ചെയ്യുക എന്നത് മാത്രമല്ല, അത്തരത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ചെയ്തിരുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഒരു പ്രാക്ടീസ് ആണ്, നടപ്പിലാക്കേണ്ടതാണ് എന്ന മട്ടിൽ പ്രീച്ച് ചെയ്യുന്നതോ, അത്തരത്തിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എഴുതുകയോ പറയുകയോ ചെയ്യുന്നതോ ഒക്കെയും ഈ സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്റ്റെന്റ് മനസ്സിലാക്കണം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന ആർട്ടിക്കിൾ 17 പറയുന്നത് ഇതിനെല്ലാം ചേർന്നാണ്. അപ്പോൾ ഈ സിവിൽ റൈറ്റ്സ് ആക്ട് നിലനിൽക്കുന്നത് തന്നെ ആർട്ടിക്കിൾ 17 എന്ന ആ വലിയ അംബ്രല്ലയുടെ താഴെയാണ്. ഇത് ഇന്ത്യയിൽ ജീവിക്കുന്ന ശതകോടിയായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും അനുഭവിക്കുന്ന വലിയ വലിയ അളവുള്ള ഒരു പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നടത്തിയ ഒരു ലെജിസ്ലേഷൻ ആണ്. ഓക്കെ, ഇനി അതിനൊന്നും പോരാഞ്ഞിട്ട് ഇത്തരത്തിൽ ആളുകളെ പബ്ലിക് റോഡിലേക്ക് ആക്സസ് കൊടുക്കാതിരിക്കുക, സ്കൂളുകളിൽ. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇത് ചരിത്രമാണ്, പണ്ടുണ്ടായിരുന്നതാണ് എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴും സർവേകൾ കാണിക്കുന്നത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ കുട്ടികളെ വേറൊരു സ്ഥലത്ത് ഇരുത്തുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളെ ബെഞ്ചിലിരിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചാൽ തന്നെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവർ കൂട്ടാക്കാതിരിക്കുക, അവർ കുടിച്ച വെള്ളം ഷെയർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക തുടങ്ങി ഇത്തരത്തിൽ ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന, മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രാക്ടീസ് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന കാരണം കൊണ്ട് ആളുകളെ ഉപദ്രവിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുക തുടങ്ങി അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടത്തിൽ ചേർക്കാതിരിക്കുക എന്ന് തുടങ്ങിയ കുറ്റങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതായത് ഒരു പ്രത്യേക ജാതിയിലുള്ള ആളുകളാണ് എന്ന മട്ടിൽ അവരെ ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുകയോ ആ ജാതിപ്പേര് പറഞ്ഞ് മെൻഷൻ ചെയ്യുകയോ അവർക്ക് അപമാനമാകുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുകയോ അത് അവരോട് നേരിട്ട് തന്നെ വേണമെന്നില്ല. ഇതൊക്കെയും വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആണ്. അത് ജാമ്യം പോലും ലഭിക്കാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് താനും. ഇത് ഇംഗലെ അപ്പ ബാലു 1993 സുപ്രീം കോടതി പറഞ്ഞത് ഈ അൺടച്ചബിലിറ്റി എന്നത് സത്യത്തിൽ സ്ലേവറി തന്നെയാണ്.
ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നടന്നിരുന്നു എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയിൽ നടന്നിരുന്ന സ്ലേവറിയുടെ അടിമത്തത്തിന്റെ തന്നെ മറ്റൊരു മുഖമാണ് ഈ അൺടച്ചബിലിറ്റി. അത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇപ്പോഴും വലിയൊരളവിൽ നിലനിൽക്കുന്ന ജാതി ബോധത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭരണഘടനയും മറ്റു നിയമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമം നിർമ്മാണം കൊണ്ട് മാത്രം നമുക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായി മാറേണ്ടത് നമ്മളുടെയൊക്കെ സാമൂഹിക ബോധമാണ് എന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 17 മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ആർട്ടിക്കിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.